നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി കാർഡ്സ് വരുമോ നോക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. രുദ്രമന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഭഗവാൻ എന്ന് നോക്കാം. പിന്നൊരു കാർഡ് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെ ചെയ്യണം. നമ്മൾ കുടം കമിഴ്ത്തി കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു നാശം വരാൻ പോകുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുകയാണ്, പുതിയൊരു ബന്ധത്തിലേക്ക് കയറുകയാണെങ്കിൽ ആ ബന്ധത്തിൽ ആദ്യം നിങ്ങൾക്ക് നല്ല എന്ത് പുതിയ കാര്യമാണെങ്കിലും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ആ എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഒരു ബോധവുമില്ലാതെ ചെന്ന് കയറരുതെന്നാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കാണാനെന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം, ദയോടും കനിവോടും കൂടി മറ്റുള്ളവരോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ സെൽഫിഷ് അല്ലാതെ, സ്വാർത്ഥത ഇല്ലാതെ സഹായിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും കാർഡുകളാണ് വന്നത്. ഇനി നമുക്ക് ടാരോ റീഡിങ്ങിലേക്ക് പോവാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഴികാട്ടി എന്നാണ് പറയുക. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഇത് കാണുമ്പോ എല്ലാ കാര്യത്തിനെയും ചുഴിഞ്ഞു നോക്കുന്ന എനർജിയാണ് ഹെർമിറ്റ് എന്നാണ് പറയുന്നത്. കാരണം എല്ലാത്തിൽ നിന്നും ഡെപ്തിലേക്ക് പോയി അവിടെ നിന്നുള്ള എല്ലാ അറിവുകളും നേടണം എന്ന ഒരു ചിന്തയുള്ള ഒരു എനർജി. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് ഒരു കാര്യം എല്ലാ കാര്യത്തിന്റെയും ഉള്ളിലേക്ക് വളരെ ഗഹനമായിട്ട് ചിന്തിക്കും. പക്ഷെ ഇവര് നേടുന്ന അറിവ് എവിടെ നിന്നാണ്? സത്യമായ അറിവാണോ? ഇവര് പറയുന്ന കാര്യങ്ങൾ, ഇവര് മനസ്സിലാക്കുന്ന ആക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഇവർ എങ്ങനെ തീർച്ചപ്പെടുത്തും അല്ലെ? അപ്പോ ഇവരുടെ അറിവ് വെച്ച് ഇവര് ലോകത്തെ കാണുന്നു. ഇവരുടെ അറിവ് വെച്ച് മുൻവിധിയോടുകൂടി ഇവരെ എല്ലാവരെയും നോക്കിക്കാണുന്നു എന്നൊരിതും വരില്ല. അങ്ങനെയാണ് ചില സമയത്ത് എനിക്ക് തോന്നാറ് ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. ചിലപ്പോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും രണ്ടുപേരും വെർഗോ സോഡിയാക് സൈൻ ആയിരിക്കണം. രണ്ടുപേരും വെർഗോ സോഡിയാക് സൈൻ ആകുമ്പോൾ രണ്ടുപേരെയും വളരെയധികം അനലൈസ് ചെയ്യും. അപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പിൽ അത്ര സമാധാനം ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഒരേ സ്വഭാവമുള്ള രണ്ടുപേരാകുമ്പോഴത്തേക്കും വളരെ ഈസി ആയിരിക്കും ജീവിതം എന്ന്. ആവാൻ വഴിയില്ല. ആദ്യം അകലേന്ന് നോക്കുമ്പോൾ രണ്ടുപേർക്കും ഒരേപോലത്തെ ചിന്താഗതി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് കയറി കഴിയുമ്പോൾ രണ്ടുപേരുടെയും പ്രവർത്തികളെ വളരെ ക്രിട്ടിക്കലായിട്ട് കാണുകയും വളരെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്ന രണ്ടുപേരാവുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും.
അതാണ് ഇവര് തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി. ഒരാള് മറ്റേയാള് ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്ന് വെച്ചാൽ ഞാനാണ് വലിയ ആള്, എന്റെ അഭിപ്രായമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ചിന്തിക്കുന്ന ഒരാള് അപ്പൊ അതേ സ്വഭാവമുള്ള മറ്റേ ആളാവുമ്പോ അയാളും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്താണ് ഇയാള് ചെയ്യുന്ന കാര്യത്തിൽ തെറ്റെന്താണെന്നാണ് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്ന് വെച്ചാല് എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിവ്, ഞാൻ പറയുന്നത് എല്ലാരും കേൾക്കണം. അപ്പോ മറ്റേ രണ്ടുപേരും ഇങ്ങനെ ചിന്തിക്കുന്ന രണ്ടുപേരാകുമ്പോ അവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമായിട്ട് മാറും. അപ്പോ എന്താണ് ഇപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ, അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇപ്പം ഇവര് തമ്മിലെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ്? ഇവര് തമ്മിലൊരു വലിയ ബഹളം ഉണ്ടായി കഴിഞ്ഞു കേട്ടോ. പക്ഷെ രണ്ടുപേരും അങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന ആളുകൾ അല്ലാത്തത് കൊണ്ട് മാത്രം ഇവര് പിന്നെയും ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുകയാണെന്നാണ് പറയുന്നത്. വലിയൊരു അടി ഉണ്ടായി കഴിഞ്ഞു. രണ്ടുപേരും രണ്ടു വഴിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നേക്കുകയാണ് ഈ സമയത്ത്. അപ്പൊ രണ്ടുപേരും ഒരു ലോങ് ടേം പ്ലാൻ വേണം എന്ന് പറഞ്ഞ് രണ്ടാമത് ഈ റിലേഷൻഷിപ്പ് പൊക്കിക്കൊണ്ടുവരാൻ നോക്കുകയാണ്. രണ്ടുപേരും എന്താ പറയാ, ഇവർ രണ്ടുപേർക്കും ഒരു പ്ലാൻ ഉണ്ട്. എന്തോ ഒരു പ്ലാനിന് വേണ്ടിയിട്ടാണ്, അത് സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത്. അതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് എന്ത് ബഹളം ഉണ്ടാക്കി ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയല്ലാതെ പിരിഞ്ഞാലും ഇവര് രണ്ടുപേരും തമ്മിലുള്ള ആ കാര്യം സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇവര് രണ്ടുപേരും ഒരുമിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചിവര് ഒരുമിച്ച് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ബഹളം ഉണ്ടായി കഴിഞ്ഞു. മനസ്സിലായി? ഇവര് ലവ് സ്നേഹമില്ല ഇവിടെ. ഫിനാൻഷ്യൽ ബെനിഫിറ്റിനും പിന്നെ ശാരീരിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് എന്നാണ് ഇവർ പറയുന്നത്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് അവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയെ കരകയറ്റാൻ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാവി എന്താണോ, ഈ വ്യക്തിയുടെ മനസ്സിലുള്ള അംബിഷൻ എന്താണോ, ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഗോള്, അത് നടത്തിയെടുക്കാനായിട്ട് തേർഡ് പാർട്ടിയുടെ സഹായം കൊണ്ടേ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ ഇത് എബ്രോഡ് പോവാനുള്ള കാര്യം, ചിലപ്പോൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കും. ഇവര് രണ്ടുപേരും കലാകാരന്മാരാണെങ്കിൽ, പാട്ടുകാർ അല്ലെങ്കിൽ എഴുത്തുകാർ എന്തെങ്കിലും ആയിക്കോട്ടെ, സിനിമയിൽ അഭിനയിക്കുന്നവര്, നാടകത്തിൽ അഭിനയിക്കുന്നവര്, എന്തായാലും അപ്പൊ പുറത്തേക്ക് പോകണമെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാലേ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കുള്ള അടുപ്പം എന്ന് വെച്ചാൽ വ്യക്തിയുടെ ഫ്യൂച്ചർ, ഒരു നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തേർഡ് പാർട്ടിക്ക് പറ്റുള്ളൂ എന്നാണ് വ്യക്തി വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വ്യക്തി തിരിച്ചു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്. അത് വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പൊ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. അവസാന നിമിഷത്തിലാണ് ഇവര് തമ്മിൽ അടിയുണ്ടായത്. അപ്പോ ഈ സമയത്ത് അടിയുണ്ടായി പിരിഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത വർക്ക് മുഴുവനും വെള്ളത്തിലാവും. അതുകൊണ്ടാണ് അവര് തിരിച്ചു ഒരുമിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഒരു കരയ്ക്കടുപ്പിക്കാനുള്ള ഒരു സ്റ്റെപ്പ് ആയിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് കാണുന്നത്? തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹമൊന്നുമില്ല. തേർഡ് പാർട്ടി വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായ അൺഫെയർ ആയിട്ട് പെരുമാറുന്ന, ഒട്ടും ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളല്ല. വളരെ സെൽഫിഷായ, സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കാണുന്നത്. അപ്പൊ രണ്ടുപേർക്ക് തമ്മിലില്ല, രണ്ടുപേരെയും ഉപയോഗിക്കുകയാണ് അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വളരെ സ്വാർത്ഥമായിട്ട്. ഇവിടെ ലീബ്ര സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. വളരെയധികം നിങ്ങളുടെ വ്യക്തി വളരെ പണത്തിനോട് ഭയങ്കര ആർത്തിയുള്ള ഒരാളാണെന്നാണ് തേർഡ് പാർട്ടി പറയുന്നത് കേട്ടോ. അതിനു വേണ്ടിയാണ് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ വ്യക്തി ഉപയോഗിക്കുന്നതെന്നാണ് തേർഡ് പാർട്ടി പറയുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുമുള്ള ഉദ്ദേശം തേർഡ് പാർട്ടിയെ കൊണ്ട്? തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി ഉപേക്ഷിക്കാൻ പറ്റില്ല. കാര്യം നടന്ന് ഈ വ്യക്തി ഉദ്ദേശിക്കുന്ന കാര്യം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ഉപേക്ഷിക്കും. കാരണം അത്രത്തോളം തലവേദനയാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം ഇവിടെ വളരെ ക്ലിയർ ആണ്. ഇവിടെ സ്നേഹമില്ല, ഒരുമിച്ച് ജീവിക്കണം,
അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. കാര്യം നടക്കണം. എന്തോ ഒരു ഗോൾ ഉണ്ട് ഇവർക്ക്, എന്തോ ഒരു എയിം ഉണ്ട്, എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അവിടെ എത്തണം. അതിനുവേണ്ടി ഇവര് രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. ഇയാളെ കൊണ്ടേ എനിക്ക് ഈ കാര്യം നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ വ്യക്തി വരിക്കുന്ന ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയെ കൊണ്ടേ എന്റെ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോ ഭയങ്കര തലവേദനയാണ് തേർഡ് പാർട്ടി. അപ്പൊ എന്തായാലും കുറച്ചു നാളുകൾ കൂടെ മതിയല്ലോ, ഈ കാര്യം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അടുത്തെത്തി, ആ കാര്യം സാധിച്ചെടുക്കാനുള്ള അടുത്തെത്തി. അപ്പൊ അതുവരെ മതിയല്ലോ എന്നൊരു സമാധാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. ഉദ്ദേശം തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് പോകുക. കാര്യം നടന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ ആവശ്യം പിന്നെ എനിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്താണ് ഈ ബന്ധം കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത്? ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുള്ള തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയും എന്തെങ്കിലും ഇവര് രണ്ടുപേരും ഒരേ ലെവൽ, ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരോ ഒരേ ലെവലിലുള്ളവരോ ഒരേ ഉദ്ദേശമുള്ള രണ്ടുപേരാണ്, ഒരേ ഗോളുള്ള രണ്ടുപേരാണ്. അപ്പൊ തേർഡ് പാർട്ടി പറയുന്നത് ഇവിടെ എനിക്ക് ഒരു പുതിയതായിട്ട് ചിലപ്പോ ഈ വ്യക്തി ചില സമയത്ത് എന്താ പറ്റുന്നറിയോ, വലിയ ഫേമസ് ആയ ഒരാളാണ്, ഭയങ്കര ഫേമസ് ആയിരുന്നു, പെട്ടെന്ന് അയാളുടെ ഫെയിം എല്ലാം പോയി, തകർന്നു പോയി. അപ്പൊ അയാളുടെ അടുത്തേക്ക് ഒരു ഉയർന്നു വരുന്ന ഒരു കലാകാരനോ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആ ലെവലിൽ തന്നെ, ആ സ്പേസ് സിറ്റുവേഷൻ തന്നെ ഉയർന്നു വരുന്ന ഒരാള് വന്നിട്ട് രണ്ടുപേരും കൂടെ കൊളാബ് ചെയ്തിട്ട് രണ്ടുപേരുടെയും ഫ്യൂച്ചർ ഉയർത്തിയെടുക്കാമെന്ന് വിചാരിക്കുന്ന രണ്ടുപേരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി പറയുന്നത്, ഞാൻ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത് എന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ ഭാവി നിങ്ങളുടെ വ്യക്തി എന്നെ സഹായിച്ചിട്ട് എനിക്ക് ഒരു ലെവലിലെത്തണം. അപ്പൊ രണ്ടുപേരുടെ, നമ്മളിവിടെ കാണുമ്പോൾ രണ്ടുപേരുടെ ഉദ്ദേശം അത് തന്നെയാണ്. രണ്ടുപേർക്കും മറ്റേയാളെ ഉപയോഗിക്കുന്നതിൽ കുറ്റബോധമില്ല. രണ്ടുപേരും വിചാരിക്കുന്ന ഞാൻ അവരെ ഉപയോഗിക്കുന്നെങ്കിലും അവർക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി പറയുന്നത്, ഞാൻ നിങ്ങളുടെ വ്യക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് എന്റെ ഈ കണക്ഷൻ കൊണ്ട് കൊളാബറേഷൻ കൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. രണ്ടുപേർക്കും ഒരു കുറ്റബോധവും ഇല്ലാത്ത ആളുകളാണ്. രണ്ടുപേർക്കും രണ്ടുപേരെയും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. രണ്ടുപേരും അത് അനുവദിച്ചു കൊടുക്കുന്നുമുണ്ട്. മനസ്സിലായോ? അപ്പോ അതാണ് ഇവരുടെ ഉദ്ദേശം. ഇവർക്കും നല്ലൊരു ലെവലിൽ എത്തണം. അത് നിങ്ങളുടെ വ്യക്തിയുടെ സഹായത്തോടെ പറ്റുള്ളൂ. ഈ വാഴ നനയുമ്പോ ചീരയും നനയെന്ന് പറയില്ല, അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ. സ്കോർപിയോ സോഡിയാക് സൈൻ ആണിത്. അപ്പോ എന്തായിരിക്കും ഇവരുടെ ഇതിന് എന്താ പറയുക, ഇതെങ്ങോട്ടാ പോകുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇവരുടെ ഈ ബന്ധം എങ്ങോട്ടാണ് പോകുന്നത്? ഭഗവാനെ, ഇവരുടെ ബന്ധം കമ്മിറ്റ്മെന്റിലോ മാരേജിലോ ഒരുമിച്ച് ജീവിക്കലോ ഒന്നിലേക്കും അല്ല പോകുന്നത്. ഈ ബന്ധം ഇവര് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പിരിയാൻ പോകുന്നത് കേട്ടോ. ഇവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കല് ശരിയാവില്ല. ഇവര് രണ്ടുപേരും വളരെ ഓവർ അംബീഷ്യസ് ആയ രണ്ടുപേരാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ കാര്യം നടന്നു കഴിയുമ്പോ ഇവര് പിരിയും. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആവും. പിന്നെ അവരുടെ ഫ്യൂച്ചർ കൊണ്ട് ഒരു കാര്യവുമില്ല. എന്നാലും നല്ലൊരു ബന്ധം ഇവര് മുമ്പോട്ട് കൊണ്ടുപോകുന്നെന്ന് വെച്ചാല്, ഇവര് കണ്ടാല് ചിരിക്കും, ഇടയ്ക്ക് ഫോൺ ചെയ്യും, ഇടയ്ക്ക് അങ്ങനത്തെ ഇപ്പൊ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആവശ്യം വന്നാൽ രണ്ടുപേർക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലെവലിലാണ് ഇവര് പിരിയാൻ പോകുന്നത്. പക്ഷെ ഇവര് ഡെഫിനറ്റ് ആയിട്ടും പിരിയും. ഓരോരുത്തരും അവരവരുടെ ഫ്യൂച്ചറിന്റെ പുറകെ പോകും എന്നാണ് പറയുന്നത്. കാരണം ഇവർക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ്, ഒരു പ്രാവശ്യം ഇവര് സക്സസ്ഫുൾ ആകും. ഈ പോകുന്ന എന്ത് ഗോളിന് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്, ആ ഗോൾ ഇവര് അച്ചീവ് ചെയ്യും. ഇവര് സക്സസ്ഫുൾ ആകും. പിന്നീട് ഇവർക്ക് ഒരുമിച്ച് പോകേണ്ട കാര്യം വരില്ല. അവര് രണ്ട് വഴി തിരിയും. പക്ഷേ ഇവര് പിരിയുമ്പോ രണ്ടുപേരും നല്ല ടേംസിലായിരിക്കും പിരിയുന്നത്. നമ്മൾ ഇനി കണ്ടാ മിണ്ടില്ല, അങ്ങനത്തെ ഒരു ടേംസിലായിരിക്കില്ല. മനസ്സിലായോ? ആവശ്യം വന്നാൽ രണ്ടുപേർക്കും എപ്പോ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം എന്നൊരു അവസ്ഥയിലാണ് ഇവര് പിരിയാൻ പോകുന്നത്. ഇവർക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരും. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷൻ അവർക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. രണ്ടുപേർക്കും നല്ല നല്ല ഭാവി, നല്ല നല്ല വഴികള് വരും. പിന്നെയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ എന്തിനു വേണ്ടിയിട്ടാണോ ഒരുമിച്ച് കൂടിയത് അത് സക്സസ്ഫുൾ ആവും. അവരുടെ ഭാവി നന്നാവുന്നത് കൊണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് റീഡിംഗ്. ടോറസ്, സ്കോർപിയോ, ലീബ്ര,
സ്കോർപിയോ, വെർഗോ. ഇത്രയും സോഡിയാക് സൈനാണ് ഇവിടെ കണ്ടത്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.